പ്രിയ കുട്ടികളെ, ഇന്ന് നമ്മൾ ഫ്രം മഗധ ടു താനേശ്വർ ഈ ഒരു ചാപ്റ്ററിൽ സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫിനെ കുറിച്ചാണ് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത്. ദ എക്കണോമിക് ആക്ടിവിറ്റീസ് ഓഫ് ദ മൗര്യ എംപയർ വർ കൺട്രോൾഡ് ബൈ ദ സ്റ്റേറ്റ്. മൗര്യ സാമ്രാജ്യത്തിലെ സാമ്പത്തിക പ്രവർത്തനങ്ങളെ ഭരണകൂടം നിയന്ത്രിച്ചിരുന്നു. ഭരണകൂടത്തിൻ്റെ നിയന്ത്രണങ്ങൾ ഏതെല്ലാം രീതിയിലായിരുന്നു എന്ന് നമുക്ക് നോക്കാം. ദ കോൺകേർഡ് റീജിയൻ വേർ ബ്രോട്ട് അണ്ടർ കൾട്ടിവേഷൻ. കീഴടക്കിയ പ്രദേശങ്ങളിൽ ചക്രവർത്തിയുടെ നിയന്ത്രണത്തിൽ കൃഷി ആരംഭിച്ചിരുന്നു. ഇറിഗേഷൻ ഫെസിലിറ്റീസ് വേർ അറേഞ്ച്ഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ. കാർഷിക പുരോഗതിക്കായി ചക്രവർത്തിമാർ ജലസേചന സൗകര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ഒരുക്കിയിരുന്നു. കൂടാതെ ദ ഡെവലപ്മെൻറ്റ് ഓഫ് അഗ്രികൾച്ചർ ആൻഡ് വില്ലേജസ് ലെഡ് ടു ദി ഡെവലപ്മെൻറ്റ് ഇൻ ട്രേഡ്. കൃഷിയുടെയും ഗ്രാമങ്ങളുടെയും വളർച്ച കച്ചവടത്തിൻ്റെ പുരോഗതിക്ക് കാരണമായി. റോഡ്സ് വേർ എസ്റ്റാബ്ലിഷ്ഡ് ഫോർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ട്രേഡ്. ട്രീസ് വേർ പ്ലാന്റഡ് ഓൺ ബോത്ത് സൈഡ്സ് ഓഫ് ദി റോഡ്. പോർട്ടേഴ്സ് റെസ്റ്റ് വേർ ഓൾസോ ഇറക്റ്റഡ് അറ്റ് വേരിയസ് പ്ലേസസ് നിയർ ദ റോഡ്സ്. കച്ചവടത്തിൻ്റെ പുരോഗതിക്കായിട്ട് ചക്രവർത്തിമാർ നിരവധി റോഡുകൾ നിർമ്മിക്കുകയും റോഡുകൾക്ക് ഇരുവശവും വൃക്ഷങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കുകയും സാധനങ്ങൾ ഇറക്കി വയ്ക്കാനുള്ള സ്ഥലങ്ങൾ നിർമ്മിക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഇവർ ദൂരദേശമായിട്ട് എസ്പെഷ്യലി റോഡ് വേർ ബിൽട്ട് കണക്റ്റിംഗ് ദ സിറ്റീസ് ഓഫ് വൈശാലി, കപിലവസ്തു ആൻഡ് പാടലിപുത്ര ടു ഡിസ്റ്റൻറ്റ് പ്ലേസസ്. ദിസ് ഹെൽപ്ഡ് ഇൻ ദ ഹാവിംഗ് ട്രേഡ് റിലേഷൻ വിത്ത് അതർ പ്ലേസസ്. അതായത് വൈശാലി, കപിലവസ്തു, പാടലിപുത്രം തുടങ്ങിയ നഗരങ്ങളെ വിദൂര ദേശങ്ങളുമായി ബന്ധിപ്പിക്കുന്ന പാതകൾ, അതായത് റോഡുകൾ അക്കാലഘട്ടത്തിലെ ഭരണാധികാരികൾ നിർമ്മിച്ചിരുന്നു. കൂടാതെ ഇത് മറ്റു പ്രദേശങ്ങളുമായിട്ടുള്ള ദൂര വ്യാപാര ബന്ധം സ്ഥാപിക്കാൻ സഹായകരമാവുകയും ചെയ്തിരുന്നു. പഞ്ച് മാർക്ക്ഡ് കോയിൻസ് വേർ യൂസ്ഡ് ഫോർ ദ ട്രേഡ് ഫോർ പേയ്മെൻറ്റ് വേജസ്. കച്ചവടത്തിനും ഉദ്യോഗസ്ഥന്മാർക്ക് ശമ്പളം നൽകാനും മുദ്ര കുത്തിയ നാണയങ്ങളാണ് മൗര്യന്മാർ ഉപയോഗിച്ചിരുന്നത്. കൂടാതെ മൈൻസ് ആൻഡ് മെറ്റലർജി വേർ കൺട്രോൾഡ് ബൈ ദി ഗവൺമെൻറ്. ഖനികൾ, ലോഹവിദ്യകളൊക്കെ നിയന്ത്രിച്ചിരുന്നത് ഭരണകൂടമായിരുന്നു. ദെർഫോർ ദ അതോറിറ്റി ഫോർ മൈൻഡിങ് കോയിൻസ് വാസ് വെസ്റ്റഡ് വിത്ത് ദി ഗവൺമെൻറ്. പിന്നെ നാണയങ്ങൾ അച്ചടിച്ചിറക്കാനുള്ള അധികാരം ഭരണകൂടത്തിനായിരുന്നു. ദ ഗവൺമെൻറ് ഒഫീഷ്യൽസ് കളക്റ്റഡ് ടാക്സ് ഫ്രം ദ ട്രേഡേഴ്സ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥർ കച്ചവടക്കാരിൽ നിന്ന് ടാക്സുകൾ ഈടാക്കിയിരുന്നു, നികുതി ഈടാക്കിയിരുന്നു. ദ ആക്യുറസി ഓഫ് വെയ്റ്റ് ആൻഡ് മെഷേഴ്സ് എൻഷുർഡ്. ദ ആക്യുറസി എന്താണ് പറയുന്നത്? അളവ് തൂക്ക സമ്പ്രദായത്തിൻ്റെ കൃത്യത ഉറപ്പുവരുത്തുകയും അങ്ങനെ കച്ചവടക്കാരിൽ നിന്ന് വ്യക്തമായിട്ടുള്ള നികുതി പിരിക്കുകയും ഒക്കെ ആര് ചെയ്തിരുന്നു? അന്നത്തെ കാലത്തെ ഭരണാധികാരികൾ. കൂടാതെ ഇമ്മെൻസ് ഫണ്ട്സ് വേർ നെസസറി ഫോർ ദ റൂളേഴ്സ് ടു മെയിൻറ്റെയിൻ ദ ഹ്യൂജ് ആർമി ആൻഡ് ഒഫീഷ്യൽസ് ഇൻ ദ കൺട്രി. പിന്നെ പറയുന്നത് എന്താണ്? വൻ സൈന്യത്തെ, ഉദ്യോഗസ്ഥ വൃന്ദത്തെയൊക്കെ നിലനിർത്താൻ ഭരണാധികാരികൾക്ക് ധാരാളം സമ്പത്ത് ആവശ്യമായിരുന്നു. അതിനുവേണ്ടി അവരെന്താ ചെയ്തത്? ദേ കളക്റ്റഡ് ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടാക്സ് ഫോർ റേസിംഗ് ഫണ്ട്സ്. അപ്പോൾ അതിനായിട്ട് പലതരത്തിലുള്ള ടാക്സുകൾ ജനങ്ങളിൽ നിന്ന് ഈടാക്കി. അപ്പോൾ ഈ വിവരങ്ങളൊക്കെ നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ടാക്സസ് ഓഫ് പീരീഡ് ആർ മെൻഷൻ ഇൻ ദ അർത്ഥശാസ്ത്ര. ഈ ഒരു ടാക്സ് പിരിച്ച കാര്യം, ടാക്സ് ജനങ്ങളിൽ നിന്ന് ഈടാക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് കൗടില്യൻ്റെ അർത്ഥശാസ്ത്ര എന്ന ഫേമസ് വർക്കിൽ നിന്നാണ് ഈ ഒരു വിവരങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ഒരു ഇൻഫോർമേഷൻസൊക്കെ നമുക്ക് ലഭിക്കുന്നത്. എ ഫ്യൂ ഓഫ് ദം ആർ ഗിവൺ ബിലോ. അതിൽ അന്നത്തെ കാലത്ത് നികുതി പലതരത്തിലാണ് പിരിച്ചിരുന്നതെന്ന് പറയുന്നുണ്ട്. അതിൽ പ്രത്യേകിച്ചും പറയുന്നത് ബാഗ എന്ന് പറയുന്നത് ടാക്സ് ഓൺ ലാൻഡ്. ബാഗ എന്ന് പറയുന്നത് ഭൂമിക്ക് ഈടാക്കിയിരുന്ന ഭൂനികുതിയാണ്. ബാലി എന്ന് പറഞ്ഞാൽ ടാക്സ് ഓൺ ഫ്രൂട്ട് ആൻഡ് ഫ്ലവേഴ്സ്, പഴങ്ങൾ, അതേപോലെ തന്നെ പൂന്തോട്ടങ്ങൾ, ഇതിനൊക്കെ ആയിട്ടുള്ള നികുതിയാണ് ബാലി. ഇനി ഉദകഭാഗ എന്ന് പറയുന്നത് ടാക്സ് ഓൺ വാട്ടർ, ജലനികുതിയാണ്. ഇനി എന്താ പറയുന്നത്? ശുൽക്ക എന്ന് പറയുന്നത് ടാക്സ് ഓൺ എക്സ്പോർട്ട് ആൻഡ് ഇമ്പോർട്ട് ഓഫ് ഗുഡ്സ്, കയറ്റുമതി ഇറക്കുമതിയുടെ മേൽ ഏർപ്പെടുത്തുന്ന നികുതിയാണ് ഏത്? ശുൽക്ക. അപ്പോൾ
ഈ നികുതി സമ്പ്രദായത്തെക്കുറിച്ചുള്ള വ്യക്തമായ വിവരങ്ങൾ നമുക്ക് ലഭിക്കുന്നത് കൗടില്യൻ്റെ അർത്ഥശാസ്ത്രത്തിൽ നിന്നാണ്. ഡ്യൂറിംഗ് ദ മൗര്യ റൂൾ, agriculture was expanded to a large area and handicraft based on agriculture developed. മൗര്യ ഭരണകാലത്ത് കൃഷി കൂടുതൽ വ്യാപകമായിരുന്നു. കൃഷിയെ അടിസ്ഥാനമാക്കിയിട്ടുള്ള കൈത്തൊഴിലുകളൊക്കെ അക്കാലഘട്ടത്തിൽ നിലനിന്നിരുന്നു. ദിസ് ലെഡ് ടു ദി സ്ട്രെങ്തനിങ് ഓഫ് എ സോഷ്യൽ ഓർഡർ ബേസ്ഡ് ഓൺ വർണാസ് വിച്ച് വാസ് സെൻറ്റേർഡ് ഓൺ ഓക്യുപ്പേഷൻ. കൃഷിയെ അടിസ്ഥാനമാക്കിയുള്ള കൈത്തൊഴിലുകൾ രൂപം കൊണ്ടതിനു ശേഷം അത് തൊഴിലിൻ്റെ അടിസ്ഥാനത്തിലുള്ള വർണ്ണ സമ്പ്രദായം കൂടുതൽ ശക്തമാകുന്നതിന് കാരണമായി എന്നാണ് പറയുന്നത്. കൂടാതെ അക്കോർഡിംഗ് ടു മെഗസ്തനീസ് ദർ എക്സിസ്റ്റഡ് 7 സോഷ്യൽ ഡിവിഷൻസ് അറ്റ് ദാറ്റ് ടൈം. മെഗസ്തനീസിൻ്റെ അഭിപ്രായത്തിൽ സമൂഹത്തിൽ അന്ന് 7 വിഭാഗങ്ങൾ നിലനിന്നതായിട്ട് പറയുന്നു. കർഷകർ, അതായത് ഫാമേഴ്സ്, പിന്നെന്താ ഫിലോസഫർ, തത്വചിന്തകന്മാർ, സൈനികർ, സോൾജിയേഴ്സ്, ഹെഡ്സ്മാൻ ആൻഡ് ഹണ്ടേഴ്സ്, കാലി മേയ്ക്കുന്നവർ, വേട്ടയാടുന്നവർ, ആർട്ടിഷ്യൻസ് ആൻഡ് ട്രേഡേഴ്സ്. അപ്പോൾ ആരൊക്കെയാണ്? കൈത്തൊഴിലുകാർ, കച്ചവടക്കാർ. ദെൻ മജിസ്ട്രേറ്റ്, ന്യായാധിപന്മാർ, കിങ്സ് കൗൺസിലേഴ്സ്, ന്യായാധിപൻ്റെ ഉപദേശകർ. അത്തരത്തിൽ 7 തലത്തിൽ അല്ലെങ്കിൽ 7 ഡിവിഷൻസ് ആയിട്ടായിരുന്നു സൊസൈറ്റി നിലനിന്നിരുന്നത് എന്നാണ് മെഗസ്തനീസ് പറയുന്നത്. അർത്ഥശാസ്ത്ര ഡിസ്ക്രൈബ് അബൌട്ട് സ്ലേവ്സ് ഹൂ വർ നോൺ ആസ് ദാസാസ്. ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം പ്രിവെയിൽഡ് ഇൻ ദി സൊസൈറ്റി. കൂടാതെ ഈ ഒരു അർത്ഥശാസ്ത്രത്തിൽ ദാസന്മാരെന്ന് വിളിച്ചിരുന്ന അടിമകളെക്കുറിച്ചും പറയുന്നുണ്ട്. കൂട്ടുകുടുംബ സമ്പ്രദായം അന്നത്തെ സമൂഹത്തിൻ്റെ പ്രധാനപ്പെട്ട സവിശേഷതയായിട്ടും അർത്ഥശാസ്ത്രത്തിലെ കൗടില്യൻ പ്രതിപാദിച്ചിട്ടുണ്ട്. അപ്പോൾ മൗര്യന്മാരുടെ സോഷ്യൽ ആൻഡ് എക്കണോമിക് ലൈഫിനെ കുറിച്ച് ഇത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഈ ഒരു ചാപ്റ്ററിനകത്ത് ഇന്ത്യ ആഫ്റ്റർ ദ മൗര്യാസ്, മൗര്യന്മാർക്ക് ശേഷമുള്ള ഇന്ത്യയെക്കുറിച്ചാണ് പറയുന്നത്. അത് അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് പഠിക്കാം.